ജെറമ്യ അധ്യായം 49. അമ്മോന്യർക്കെതിരെ. അമ്മോന്യരെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന് പുത്രന്മാരില്ലേ? അവൻ അവകാശികളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിൻ്റെ ദേശം പിടിച്ചടക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ റാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. റാബ നാശകൂമ്പാരമാകും, അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവേൻ, ആയി ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ, ചാക്കുടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം വിപ്രവാസിയാകും. തൻ്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആര് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തിയായ പുത്രി, നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്തിന്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതി ഓടും. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരുമുണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏദോമിനെതിരെ. ഏദോമിനെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചുപോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ, ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ. ഏസാവിനെ ഞാൻ ശൂന്യനാക്കി, അവൻ്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവന് ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു, അവനില്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുളിച്ചെയ്യുന്നു. അർഹിക്കാത്തവനെ പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു. ബൊസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും. മനുഷ്യരുടെ ഇടയിൽ നിന്നാപാത്രവും പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യനുണർത്തിയ ഭീതിയും നിന്റെ ഗർവം നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ വെച്ചാലും നിന്നെ ഞാൻ താഴെയിറക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഏദോം ബീഭത്സമാകും. കടന്നു പോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിന് നേരിട്ട അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും. സോദോമും ഗൊമോറായും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏദോമിലും ആരും വസിക്കുകയില്ല, ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും? ഏത് ഇടയൻ എൻ്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനുമെതിരായുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ. അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴയ്ക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലകൾ സംഭീതമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബുസ്രയ്ക്കെതിരെ ചിറക് വിടർത്തും. അന്ന് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെ പോലെ വേദനിക്കും. ദമാസ്കസിനെതിരെ. ദമാസ്കസിനെ കുറിച്ച് ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്നു വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരായിരിക്കുന്നു. ദമാസ്കസ് ദുർബലയായി. അവൾ ഓടാൻ ശ്രമിച്ചു, എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിൻ്റെ നഗരം, പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും. അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിൻ്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും. അത് ബെൻഹാദിൻ്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനും ഹസോറിനുമെതിരെ. കേദാറിനെയും ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ നശിപ്പിച്ച ഹാസോറിൻ്റെ രാജ്യങ്ങളെയും കുറിച്ച്
കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക, പൗരസ്ഥരായ അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശ്ശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹസോർ നിവാസികളെ വിദൂരത്തേക്ക് പലായനം ചെയ്യുവിൻ, ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക, വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാത്ത നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നിമുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പടർത്തും. നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല, യാത്രക്കിടയിൽ തങ്ങുകയുമില്ല. ഏലാമിനെതിരെ. യൂദാ രാജാവായ സദക്കിയയുടെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് ജെറമ്യായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഏലാമിൻ്റെ വില്ല് ഞാൻ ഒടിക്കും, അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിൻ്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും, അവർ നാലുപാടും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ, അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്കിടവരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും. എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമ്യ അധ്യായം 50. ഇസ്രായേലിൻ്റെ മോചനം. കൽദായരുടെ ദേശമായ ബാബിലോണിനെ കുറിച്ച് ജെറമ്യ പ്രവാചകന് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക, പതാക ഉയർത്തി ഘോഷിക്കുക, ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക. ബാബിലോൺ പിടിക്കപ്പെട്ടു, ബേൽ ലജ്ജിക്കുന്നു, മെറോദാക്ക് സംഭ്രമിക്കുന്നു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി, അവളുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു. വടക്ക് നിന്ന് ഒരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു. അവർ അവളുടെ ദേശം ശൂന്യമാക്കും, ആരും അവിടെ വസിക്കുകയില്ല. മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും. ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂദയായും വിലപിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും. അവർ പറയും, വരുക, അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം. ഇടയന്മാർ വഴിതെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. അവയുടെ ശത്രുക്കൾ പറഞ്ഞു, തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു. അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല. ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ. ആട്ടിൻപറ്റത്തിൻ്റെ മുൻപിൽ മുട്ടാടുകളെന്ന പോലെ കൽദായരുടെ ദേശത്ത് നിന്ന് പലായനം ചെയ്യുവിൻ. ഉത്തരദിക്കിൽ നിന്ന് ശക്തരായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കിവിടും. അവർ അവൾക്കെതിരെ അണിനിരന്ന് അവളെ പിടിച്ചടക്കും. അവരുടെ വസ്ത്രങ്ങൾ വെറും കൈയോടെ മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണ്. കൽദായ ദേശം കൊള്ളയടിക്കപ്പെടും. അവളെ കവർച്ച ചെയ്യുന്നവർക്ക് തൃപ്തിയാവോളം ലഭിക്കും. എൻ്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ, നിങ്ങൾ സന്തോഷിക്കുകയും വിജയഭേരി മുഴക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾ പുൽത്തകിടിയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെ പോലെയും ഹേഷാരവ മുഴക്കുന്ന കുതിരകളെ പോലെയുമാണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം ലജ്ജിതയാകും. നിങ്ങളെ പ്രസവിച്ചവൾക്ക് അപകീർത്തിയുണ്ടാകും. അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാകും. അവൾ ഉണങ്ങിവരേണ്ട മരുഭൂമിയായി തീരും. കർത്താവിൻ്റെ ക്രോധം നിബന്ധിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല. അത് തീർത്തും ശൂന്യമാകും. ബാബിലോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും. അവൾക്കേറ്റ മുറിവുകൾ കണ്ട് പരിഹസിക്കും. വില്ല് കുലയ്ക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ. അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ എയ്യുവിൻ. അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവൾക്ക് ചുറ്റും നിന്ന് അട്ടഹസിക്കുവിൻ. അവൾ കീഴടങ്ങി, അവളുടെ കോട്ടകൾ വീണു, മതിലുകൾ തകർന്നു. ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ്. അവളോട് പ്രതികാരം ചെയ്യുവിൻ. അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവിൻ. വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിലോണിൽ നിന്ന് വിച്ഛേദിക്കുവിൻ.
മർദ്ദകന്റെ വാൾ നിമിത്തം ഓരോരുത്തരും സ്വജനങ്ങളിലേക്കും സ്വദേശത്തേക്കും തിരിയും. സിംഹങ്ങൾ വേട്ടയാടുന്ന ആടിനെ പോലെയാണ് ഇസ്രായേൽ. ആദ്യം അസീറിയ രാജാവ് അവനെ വിഴുങ്ങി. ഇപ്പോഴിതാ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ അവൻ്റെ അസ്ഥികൾ കാർന്നു തിന്നുന്നു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവൻ്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു. ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ സ്ഥലത്തേക്ക് അയക്കും. അവൻ കാർമലിലും ബാഷാനിലും മേയും. വേഗിലയാദിലെയും എഫ്രായിം മലകളിലെയും മേച്ചിൽപ്പുറങ്ങളിൽ അവൻ തൃപ്തി കണ്ടെത്തും. അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യൂദയായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, മെറത്തായിം ദേശത്തിനെതിരെ ചെല്ലുവിൻ, പെക്കോദ് നിവാസികൾക്കെതിരെ നീങ്ങുവിൻ, അവരെ ആസകലം നശിപ്പിക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, യുദ്ധത്തിൻ്റെ ആരവവും മഹാസംഹാരവും ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റിക എങ്ങനെ തകർന്നു. ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ബീഭത്സമായിരിക്കുന്നു. ബാബിലോണെ, നിനക്ക് ഞാൻ കെണിവച്ചു, നീ അതിൽ വീണു, നീ അതറിഞ്ഞില്ല. കർത്താവിനെതിരെ മത്സരിച്ചതിനാൽ നീ പിടിക്കപ്പെട്ടു. കർത്താവ് ആയുധപ്പുര തുറന്ന് ക്രോധത്തിൻ്റെ ആയുധങ്ങൾ പുറത്തെടുത്തു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് കൽദായരുടെ നാട്ടിൽ ഒരു കർമ്മം അനുഷ്ഠിക്കാനുണ്ട്. 4 ദിക്കിൽ നിന്നും അവൾക്കെതിരെ വന്ന് അവളുടെ അറപ്പുരകൾ തുറക്കുവിൻ. അവളെ നിശേഷം നശിപ്പിച്ച് ധാന്യക്കൂമ്പാരം പോലെ കൂട്ടുവിൻ, ഒന്നും അവശേഷിക്കരുത്. അവളുടെ കാളകളെ കൊന്നൊടുക്കുവിൻ, അവ അറവുശാലകളിലേക്ക് പോകട്ടെ. അവർക്ക് ദുരിതം, അവരുടെ ദിനം വന്നു കഴിഞ്ഞു. ശിക്ഷയുടെ മുഹൂർത്തം, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രതികാരം സിയോനിൽ വിളംബരം ചെയ്യാൻ അവർ ബാബിലോണിൽ നിന്ന് ഇതാ ഓടുന്നു. ബാബിലോണിനെതിരെ വില്ലാളികളെ വിളിച്ചുകൂട്ടി ചുറ്റും താവളമടിക്കുവിൻ. ആരും രക്ഷപ്പെടരുത്. അവളുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതികാരം ചെയ്യുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവിനെ അവൾ ധിക്കരിച്ചു. അവളുടെ യുവാക്കൾ തെരുവുകളിൽ വീഴും. അവളുടെ പോരാളികളെല്ലാം അന്ന് നശിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും. അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല. അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലും യൂദയായും മർദ്ദനമേറ്റു. പിടിച്ചു കൊണ്ടുപോയവർ അവരെ വിട്ടയക്കാതെ തടഞ്ഞുവച്ചു. അവരുടെ വിമോചകൻ ശക്തനാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോണിന് അസ്വസ്ഥതയും വരുത്തുന്നതിന് അവൻ അവർക്ക് വേണ്ടി വാദിക്കും. കൽദായരുടെ മേൽ, ബാബിലോൺ നിവാസികളുടെ മേൽ, അവളുടെ രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും മേൽ ഇതാ ഒരു വാൾ. ശകുനക്കാരുടെ മേൽ വാൾ, അവർ വിഡ്ഢികളാകും. യോദ്ധാക്കളുടെ മേൽ വാൾ, അവർ നിർമൂലമാകും. അവളുടെ കുതിരകളുടെയും രഥങ്ങളുടെയും മേൽ വാൾ, അവളുടെ ഇടയിലെ വിദേശ സൈന്യത്തിൻ്റെ മേൽ വാൾ, അവർ അബലകളെ പോലെയാകും. അവളുടെ സമ്പത്തിൻ്റെ മേൽ വാൾ, അവ കൊള്ളയടിക്കപ്പെടും. അവളുടെ ജലാശയങ്ങളുടെ മേൽ കൊടും വേനൽ, അവ വരണ്ടുപോകും. അത് വിഗ്രഹങ്ങളുടെ നാടാണ്. ബിംബങ്ങളെ ചൊല്ലി അവർ മതിച്ചിരിക്കുന്നു. ബാബിലോണിൽ വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും വിഹരിക്കും. അവിടെ ആരും ഒരിക്കലും വസിക്കുകയില്ല. ദൈവം തകർത്ത സോദോമിനെയും ഗൊമോറയെയും സമീപ നഗരങ്ങളെയും പോലെ അവിടെയും ആരും വസിക്കുകയില്ല. സഞ്ചാരികൾ തങ്ങുകയുമില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ വടക്ക് നിന്ന് ഒരു ജനത വരുന്നു, ശക്തമായ ഒരു ജനം. അനേകം രാജാക്കന്മാർ ദിഗന്ധങ്ങളിൽ നിന്ന് ഇളകി വരുന്നു. അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു. അവർ കരുണയില്ലാത്ത ക്രൂരന്മാരാണ്. സമുദ്രത്തെ പോലെ അവർ ഗർജിക്കുന്നു. ബാബിലോൺ പുത്രി, പോരാളിയെപ്പോലെ പടക്കോപ്പണിഞ്ഞ് അവർ നിനക്കെതിരെ കുതിരപ്പുറത്ത് വരുന്നു. ബാബിലോൺ രാജാവ് ഈ വാർത്ത കേട്ടു. അവൻ്റെ കരങ്ങൾ കുഴഞ്ഞു. പ്രസവവേദന അടുത്തവളെപ്പോലെ അവൻ കഠിനവേദനയാൽ പുളഞ്ഞു. ജോർദാൻ വനങ്ങളിൽ നിന്ന് പച്ചപിടിച്ച മേച്ചിൽപ്പുറങ്ങളിൽ ചാടി വീഴുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. എനിക്കിഷ്ടമുള്ളവനെ ഞാൻ അവളുടെ മേൽ നിയമിക്കും. എനിക്ക് തുല്യനായി ആരുണ്ട്? ആര് എന്നോട് കണക്ക് ചോദിക്കും? ഏതിടയനാണ് എൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയുക? ബാബിലോണിനെതിരെ, കൽദായരുടെ ദേശത്തിനെതിരെ
കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവിൻ. അവരുടെ ആട്ടിൻപറ്റത്തിലെ കുഞ്ഞാടുകൾ വലിച്ചിഴയ്ക്കപ്പെടും. അവരുടെ ദുർവിധി കണ്ട് മേച്ചിൽപ്പുറങ്ങൾ ഭയചകിതമാകും. ബാബിലോണിന്റെ പതനത്തിൽ ഭൂമി വിറയ്ക്കും. അവളുടെ നിലവിളി ജനതകൾക്കിടയിൽ മുഴങ്ങും. ജെറമിയ അധ്യായം 51. കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോണിനും കൽദായ നിവാസികൾക്കുമെതിരെ ഞാൻ ഒരു സംഹാരകനെ അയക്കും. പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും. ദുരിതത്തിൻ്റെ നാളിൽ അവർ വന്ന് അവളെ പാറ്റി ശൂന്യമാക്കും. അവളുടെ വില്ലാളികളെ വില്ലുകുലയ്ക്കാനും പടയാളികളെ പോർച്ചട്ട് അണിയാനും അനുവദിക്കരുത്. അവളുടെ യുവാക്കൾ അവശേഷിക്കരുത്. സൈന്യം മുഴുവൻ നശിക്കട്ടെ. അവർ കൽദായ ദേശത്ത് മരിച്ചു വീഴും. തെരുവേദികളിൽ മുറിവേറ്റ് കിടക്കും. ഇസ്രായേലിനെയും യൂദയായെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായ തിന്മകൾ കൊണ്ട് കൽദായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു. ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ. അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവേൻ. അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവേൻ. അവൾ സുഖം പ്രാപിച്ചേക്കാം. ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അവളെ മറന്നേക്കുക. നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു. അത് ആകാശം വരെ ഉയരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം. അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ, ആവനാഴി നിറയ്ക്കുവിൻ. മിദ്യാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കി വിട്ടിരിക്കുന്നു. ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ്, അവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രതികാരം. ബാബിലോണിൻ്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ. കാവൽപ്പടയെ ശക്തമാക്കുവിൻ. കാവൽഭടന്മാർ സ്ഥാനം പിടിക്കട്ടെ. കെണികളൊരുക്കുവിൻ. ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി. ഇതാ നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശപഥം ചെയ്തിരിക്കുന്നു. വെട്ടുകിളികളെ പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും. അവർ വിജയാരവം മുഴക്കും. തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു. അറിവിനാൽ ആകാശത്തെ വിരിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ അഴികൾ അലറുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു. തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. ഇവയുടെ മുൻപിൽ മനുഷ്യർ വിസ്മയിച്ച് വിഡ്ഢികളായി നിൽക്കുന്നു. സ്വർണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു. അവൻ്റെ ശില്പങ്ങൾ വ്യാജമത്രേ. ജീവശ്വാസം അവയിലില്ല. അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. യാക്കോബിൻ്റെ അവകാശമായവൻ അതുപോലെയല്ല. അവിടുന്നാണ് സകലത്തിനും രൂപം നൽകിയത്. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ ആയുധം. നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും, സാമ്രാജ്യങ്ങളെ തകർക്കും. കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. നിന്നെക്കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും. ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഉഴവുകാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ നശിപ്പിക്കും. ബാബിലോണും കൽദായ ജനതയും സിയോനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൺമുൻപിൽ വച്ച് അവരോട് പകരം ചോദിക്കും. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശപർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും. നീ കരിഞ്ഞ പർവ്വതമാകും. കർത്താവ് അരുളി ചെയ്യുന്നു. മൂലക്കല്ലിനോ അടിസ്ഥാന ശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കുകയില്ല. നീ നിത്യശൂന്യതയാകും. ദേശത്തെല്ലാം യുദ്ധക്കൊടി ഉയർത്തുവിൻ. ജനതകളുടെ ഇടയിൽ കാഹളമൂതുവിൻ. അവളോട് യുദ്ധം ചെയ്യാൻ ജനതകളെ സജ്ജമാക്കുവിൻ. അറാറത്ത്, മിന്നി, അഷ്കെനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചുകൂട്ടുവിൻ.
അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചുകൂട്ടുവിൻ. വെട്ടുകിളികളെ പോലെ കുതിരപ്പട ഇരമ്പിയെടുക്കട്ടെ. മിദിയാൻ രാജാക്കന്മാരെയും ദേശാധിപതികളെയും പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുവിൻ. ബാബിലോൺ വിഭജിക്കാനുള്ള കർത്താവിൻ്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ പുളയുകയും ചെയ്യുന്നു. ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു. അവർ ശക്തി ക്ഷയിച്ച സ്ത്രീകളെ പോലെയായി. അവളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി. ഓടാമ്പലുകൾ തകർന്നു. നഗരം എല്ലാ വശത്തു നിന്നും പിടിക്കപ്പെട്ടു. കടവുകൾ അധീനമായി. കാവൽ ഗോപുരങ്ങൾ അഗ്നിക്കിരയായി. പടയാളികൾ പരിഭ്രാന്തരായി. ഈ വാർത്ത ബാബിലോൺ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഓടുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും. അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ എന്നെ വിഴുങ്ങി, എന്നെ തകർത്തു, എന്നെ ശൂന്യമാക്കി. ഭീകര സത്വത്തെ പോലെ അവൻ എന്നെ വിഴുങ്ങി. എൻ്റെ സ്വാദേറിയ ഭോജനങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു. എന്നോടും എൻ്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിൻ്റെ ഫലം ബാബിലോണിൻ്റെ മേൽ പതിക്കട്ടെ എന്ന് സിയോൻ നിവാസികൾ പറയട്ടെ. എൻ്റെ രക്തത്തിന് കൽദായർ ഉത്തരവാദികളായിരിക്കും എന്ന് ജെറുസലേം പറയട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും. ബാബിലോൺ നാശകൂമ്പാരവും കുറുനരികളുടെ വിഹാരരംഗവും അത് ഭീകത്സമായ നിന്നാപാത്രവുമാകും. ആരും അവിടെ വസിക്കുകയില്ല. അവർ സിംഹങ്ങളെ പോലെ ഗർജിക്കും, സിംഹം കുട്ടികളെ പോലെ മുരളും. ആർത്തി പൂണ്ട അവൾക്ക് ഞാൻ വിരുന്നൊരുക്കും. കുടിച്ചു മതിച്ച് അവർ ബോധമറ്റു വീഴും. ഉണരാത്ത നിദ്രയിൽ അവർ അമരും. കർത്താവ് അരുളി ചെയ്യുന്നു: ചെമ്മരിയാടുകളെ പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും. മുട്ടാടുകളെയും കോലാട്ടിനും കൊറ്റന്മാരെ പോലെയും. സമസ്ത ലോകത്തിൻ്റെയും പ്രശംസയ്ക്ക് പാത്രമായ ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെട്ടു? ജനതകൾക്കിടയിൽ അവൾ ഒരു ബീഭത്സ വസ്തുവായതെങ്ങനെ? ബാബിലോണിനെ കടൽ കടന്ന് ആക്രമിച്ചിരിക്കുന്നു. പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി. അവളുടെ നഗരങ്ങൾ ബീഭത്സമായി. ഉണങ്ങി വരണ്ട മരുപ്രദേശം, നിർജ്ജന ഭൂമി, മനുഷ്യൻ കാലുകുത്താത്ത ദേശം. ബാബിലോൺ ബേൽമൂർത്തിയെ ഞാൻ ശിക്ഷിക്കും. അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും. ജനതകൾ അവനെ സമീപിക്കുകയില്ല. ബാബിലോണിൻ്റെ കോട്ട തകർന്നിരിക്കുന്നു. എൻ്റെ ജനമേ, അവളുടെ അടുത്ത് നിന്ന് ഓടിയകലുവിൻ. കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. നാട്ടിൽ അക്രമം, ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു. അവളുടെ ദേശം ലജ്ജിക്കും. അവളുടെ നിഹതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിൻ്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്കുനിന്ന് സംഹാരകൻ വന്നു ചേരും. കർത്താവ് അരുളി ചെയ്യുന്നു: ലോകമെങ്ങുമുള്ള ജനതകളെ കൊന്നു വീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലംപതിക്കണം. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. വിദൂരത്ത് നിന്ന് കർത്താവിനെ ഓർക്കുക. ജെറുസലേം നിന്റെ സ്മരണയിലായിരിക്കട്ടെ. പരിഹാസവചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു. അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിൻ്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതിയർ പ്രവേശിച്ചു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു. അന്ന് അവളുടെ ദേശത്ത് നിന്ന് വ്രണിതരുടെ രോദനമുയരും. ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ട കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ ബാബിലോണിൽ നിന്ന് ഒരു നിലവിളി, കൽദായ ദേശത്ത് നിന്ന് ഭീകരനാശത്തിൻ്റെ മുഴക്കം. കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു. അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാക്കുന്നു. സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തടുക്കുന്നു. അവളുടെ ആരവമുയരുന്നു. ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു. യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു. അവളുടെ വില്ലുകൾ തകർന്നു. എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമാണ്. അവിടുന്ന് പകരം വീട്ടും. അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും. അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാഴും. സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോണിൻ്റെ ശക്തിദുർഗങ്ങൾ നിലംപതിക്കും. കവാടങ്ങൾ അഗ്നിക്കിരയാകും.
ജനതകളുടെ അധ്വാനം വ്യർത്ഥമാകും, അവരുടെ പ്രയത്നഫലം കത്തിനശിക്കും. മഹുസേയയുടെ പുത്രനായ നേരിയായുടെ പുത്രൻ സേരായിക്ക് ജെറമിയ പ്രവാചകൻ നൽകിയ കൽപ്പന. രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെദെക്കിയയുടെ 4-ാം ഭരണവർഷം രാജാവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമിയ ഇത് പറഞ്ഞത്. ബാബിലോണിന് വരുന്ന നാശം ജെറമിയ ഒരു പുസ്തകത്തിൽ എഴുതി. ജെറമിയ സെരായയോട് പറഞ്ഞു, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം, കർത്താവേ, മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും, അവർ തളർന്നു പോകും, അത് ഇനി പൊങ്ങി വരികയില്ല. ഇതാണ് ജെറമിയായുടെ വചനങ്ങൾ. ജെറമിയ അധ്യായം 52. ജെറുസലേമിൻ്റെ നാശം. രാജാവായപ്പോൾ സെദെക്കിയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയയുടെ പുത്രി ഹമുത്താലായിരുന്നു അവൻ്റെ മാതാവ്. യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവിൻ്റെ കോപം ജെറുസലേമിൻ്റെയും യൂദായുടെയും മേൽ നിബദിച്ചു. അവിടുന്ന് അവരെ തൻ്റെ സന്നദ്ധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദെക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദെക്കിയയുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവൻ്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ ദേശം വളഞ്ഞിരുന്നു. സെദെക്കിയ പടയാളിയോടുകൂടെ രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലൂടെയുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബയിലേക്ക് ഓടി. എന്നാൽ കൽദായ സൈന്യം സെദെക്കിയ രാജാവിനെ പിന്തുടർന്നു ചെന്ന് ജെറീക്കോ സമതലത്തിൽ വെച്ച് പിടികൂടി. അവൻ്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയയുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദെക്കിയയുടെ പുത്രന്മാരെ അവൻ്റെ മുൻപിൽ വെച്ച് കൊന്നു. യൂദായിലെ പ്രഭുക്കന്മാരെയും റിബ്ലായിൽ വെച്ച് വധിച്ച അവൻ സെദെക്കിയയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ദേവാലയം അഗ്നിക്കിരയാക്കുന്നു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം നെബൂഖദ്നേസറിൻ്റെ അംഗരക്ഷക പ്രധാനിയായ നെബൂസരാദാൻ ജെറുസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പമുണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിൻ്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബൂസരാദാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിൻ്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച് കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ, വറചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂപപാത്രങ്ങൾ, ക്ഷാളനപാത്രങ്ങൾ ഇവയും നെബൂസരാദാൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി നിർമ്മിച്ച ഇരുതൂണുകളുടെയും ജലസംഭരണിയുടെയും അതിനടിയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിൻ്റെയും തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവുമായിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിൻ്റെ ഉയരം 5 മുഴം. ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെയായിരുന്നു. മകുടത്തിൻ്റെ വശങ്ങളിൽ 96 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനം പ്രവാസത്തിലേക്ക് പ്രധാന പുരോഹിതൻ സെരിയായെയും സഹപുരോഹിതൻ സെഫാനിയായെയും 3 വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാധിപതിയെയും
രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി. നഗരത്തിൽ കണ്ട 7 പേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട 60 പേരെയും കാവൽപ്പട നായകൻ ബന്ധനസ്ഥരാക്കി. സേനാനായകനായ നെബുസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി. നെബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ്. അവൻ്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. എവിൽമെരോദക് ബാബിലോണിൻ്റെ ഭരണമേറ്റെടുത്ത വർഷം യൂദാ രാജാവായ യെഹോയാക്കീമിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യെഹോയാക്കീമിനോട് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യെഹോയാക്കീൻ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവൻ്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു.